Welcome to Plus 2 Physics Series, Part 17. കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ നമ്മൾ കണ്ടത് ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇൻറ്റൻസിറ്റിയും പൊട്ടൻഷ്യലുമാണ് ഗോസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. ഞാൻ ഒരു ചെറിയ ഒന്ന് രണ്ട് ഗ്രാഫുകൾ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുമ്പം കാണാം. അതിൽ ഷെല്ലിന് വെളിയിൽ field intensity E equals 1 by 4 pi epsilon 0 into Q by small r square. ഷെല്ലിൻ്റെ സർഫസിൽ 1 by 4 pi epsilon 0 into Q by capital R square. ഷെല്ലിൻ്റെ ഉള്ളിൽ E equals 0. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ R പ്ലോട്ട് ചെയ്യുന്നു, വെർട്ടിക്കൽ ആക്സിസിൽ കൂടി ഈ പ്ലോട്ട് ചെയ്യുന്നു. 0 ഇത് ഷെല്ലിൻ്റെ റേഡിയസാണ്. അപ്പോൾ 0 to R എന്ന് പറഞ്ഞാൽ ഷെല്ലിന് ഉൾഭാഗമാണ്, ഷെല്ലിൻ്റെ ഇൻസൈഡാണ്, അവിടെ ഈ 0യാണ്. അപ്പോൾ ഗ്രാഫ് ഈ എക്സ് ആക്സിസിൽ തന്നെയാണ്. ഷെല്ലിൻ്റെ സർഫസ് അങ്ങോട്ട് എത്തിക്കഴിയുമ്പം പെട്ടെന്ന് ഇൻറ്റൻസിറ്റി 1 by 4 pi epsilon 0 into Q by capital R square ആയിട്ട് മാറും. അത് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി Q by സ്മോൾ ആർ സ്ക്വയർ ഈ ഇക്വേഷൻ അനുസരിച്ച്, ഈ ഫോർമുല അനുസരിച്ച് ഡിക്രീസ് ചെയ്യും. ഒരു കർവായത്, ക്വാഡ്രാറ്റിക് കർവ് എന്ന് പറയും. ആർ സ്ക്വയറിൻ കൂടുന്നതിനനുസരിച്ച് ഈ കുറഞ്ഞുകൊണ്ടിരിക്കും. സ്ക്വയർ ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടൊന്ന് കുറയും. ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഇൻസൈഡിൽ ഈ 0 സർഫസിലെത്തുമ്പോൾ ഈ പെട്ടെന്ന് Q by ക്യാപിറ്റൽ ആർ സ്ക്വയർ ആകുന്നു. ഔട്ട്സൈഡിൽ ഇത് കുറഞ്ഞ് അവസാനം ഇൻഫിനിറ്റി ചെല്ലുമ്പോൾ ഇതങ്ങ് 0. E equals 0 അറ്റ് R equals ഇൻഫിനിറ്റി. ഇതാണ് ഒരു ഗ്രാഫ്. ഇനി വെർട്ടിക്കൽ ആക്സിസിൽ കൂടി ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ 1/r പ്ലോട്ട് ചെയ്യുന്നു. ഇവിടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് K E equals K by R സ്ക്വയറാണ്. 1 by 4 pi epsilon 0 into Q by R സ്ക്വയർ. അതിനകത്ത് 1 by 4 pi epsilon 0 into Q എന്നുള്ള ഒരു കോൺസ്റ്റൻ്റാണ്. ഒരു പ്രത്യേക ചാർജ് ഒരു ഷെല്ലിൽ കൊടുത്തു കഴിയുമ്പോൾ Q ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കിത് E equals K into 1 by R സ്ക്വയർ, K by R സ്ക്വയർ എന്ന് പറയാം. അതിൽ ഈ 1/r സ്ക്വയർ എന്നുള്ളത് 1/rൻ്റെ സ്ക്വയറാണ്. ചുരുക്കത്തിൽ E ഈക്വൽസ് K ഇൻറ്റു 1/r സ്ക്വയർ. 1/r നമ്മുടെ എക്സ് കോർഡിനേറ്റ്. ഇപ്പോൾ ഗ്രാഫ് 1/r ഹൊറിസോണ്ടൽ ആക്സിസിൽ. അപ്പോൾ ഇതിപ്പോൾ KX സ്ക്വയർ E ഈക്വൽസ് KX സ്ക്വയർ എന്നുള്ള ഫോമാണ് ഈ ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല. E ഈക്വൽസ് KX സ്ക്വയർ. ഒരു വേരിയബിളിൻ്റെ ഫസ്റ്റ് പവറും മറ്റേ വേരിയബിളിൻ്റെ സെക്കൻഡ് പവറും വന്നാൽ ദറ്റ് ഇസ് എ പരാബോള. Y ഈക്വൽസ് AX സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ പരാബോളയാണ്. അപ്പോൾ എക്സ് 0 ആയിരിക്കുമ്പം E ഈക്വൽസ് 0. ഇവിടെ 1/r ആണെന്നിരിക്കട്ടെ. ഇത് 1 by സ്മോൾ ആർ പ്ലോട്ട് ചെയ്യിക്കുന്നത്. ഇവിടെ ഈ പോയിൻ്റ് 1 by ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ ഷെല്ലിൻ്റെ സർഫസാണ്. അതുവരെ ഈ ഒറിജിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഫിനിറ്റിയാണ്. ഇവിടെ 1/∞ അല്ലേ 0 ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന പൊസിഷനാണ്. അവിടെ നിന്ന് അടുത്തടുത്ത് കൊണ്ടുവരുമ്പോഴായി 1/r എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂടുന്നത്. അപ്പോൾ തുടക്കം ഇൻഫിനിറ്റിയിലാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ആർബിട്രറി സ്കെയിലിൽ ഇത് 1 റേഡിയസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇൻഫിനിറ്റി മുതൽ ഷെല്ലിൻ്റെ സർഫസ് വരെ പരാബോളയ്ക്കായിട്ട് കൂടും. പെട്ടെന്ന് ഷെല്ലിൻ്റെ സർഫസിലെത്തുമ്പോൾ K ഇൻറ്റു K ബൈ ക്യാപിറ്റൽ ആർ എന്നാകും, അല്ലെ K ഇൻറ്റു 1 by ക്യാപിറ്റൽ ആർ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഷെല്ലിനുള്ളിൽ കയറുക. ഷെല്ലിനുള്ളിലെ ഫീൽഡ് 0. അപ്പോൾ ഗ്രാഫ് പരാബോള
പെട്ടെന്ന് ഇത് 0 ആയി, പിന്നെ ഷെല്ലിനുള്ളിൽ ഈ 0. ഇതാണ് നേച്ചർ ഓഫ് ദി ഗ്രാഫ്. മറ്റൊരെണ്ണം ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ 1/r² പ്ലോട്ട് ചെയ്യുന്നു. വെർട്ടിക്കൽ ആക്സിസിൽ കൂടി ഈ ഈക്വൽസ് k ഇൻറ്റു 1/r², നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല. ഇപ്പോൾ 1/r² തന്നെ ഇവിടുത്തെ എക്സ്. സോ ഈ ഈക്വൽസ് കെ എക്സ് എന്നുള്ള ഫോമിലുള്ള ഗ്രാഫാണ് നമുക്ക് വരയ്ക്കാൻ കിട്ടുന്നത്. കെ എന്ന് പറഞ്ഞാൽ Q/4πε0 ആയ. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഇയും പവർ 1, എക്സിൻ്റെ പവർ 1. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ് ഗ്രാഫ്. ഇവിടെ ഒറിജിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. എങ്കിലേ 1/∞² 0 എന്ന് വരത്തുള്ളൂ. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ Q/4πε0. അപ്പോൾ ചാർജ് കൂടുതൽ കൊടുത്താൽ സ്ലോപ്പ് കൂടും. ഇവിടെ രണ്ട് ചാർജ് ഷെല്ലിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്ലോപ്പ് കൂടുതൽ ഈ ഗ്രാഫിനാണ്. അപ്പോൾ ഈ ഷെല്ലിന് Q2 ആണ് Q1-നേക്കാൾ വലുത്. അതല്ലോ സ്ലോപ്പ് കെ കൂടുക എന്ന് പറയുമ്പോൾ Q കൂടുന്നെന്ന അർത്ഥം. അത് അത്രേ ഉള്ളൂ. അടുത്തത് പൊട്ടൻഷ്യലിൻ്റെ ഗ്രാഫാണ്. അറിയാം, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഔട്ട്സൈഡിൽ 1/4πε0 ഇൻറ്റു Q/r. ഷെല്ലിൻ്റെ സർഫസിൽ അത് Q/R. ഷെല്ലിൻ്റെ ഇൻസൈഡിലും Q/R. അപ്പോൾ ഗ്രാഫ് RX ആക്സിൽ കൂടെയും പൊട്ടൻഷ്യൽ Y ആക്സിൽ കൂടെയും പ്ലോട്ട് ചെയ്താൽ ഷെല്ലിനുള്ളിൽ സർഫസിലും ഒരേ പൊട്ടൻഷ്യലാണ്. ദറ്റ് ഈസ് 1/4πε0 ഇൻറ്റു Q/R. ഔട്ട്സൈഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതും കുറഞ്ഞു വരും. ആസ് ആർ ഇൻക്രീസസ് ഇത് ക്വാഡ്രാറ്റിക്കായിട്ട് കുറയും. ഇതാ പൊട്ടൻഷ്യലിൻ്റെ കർവ്. ഇവിടെയും പലതരം കർവുകൾ വരയ്ക്കാൻ തന്നെ വി വിൽ സീ ഡ്യൂറിങ് ദി ഡിസ്കഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്. Now we pass on to the electric field due to a plane sheet of charge. ഇതുപോലൊരു ഷീറ്റിൽ ഇങ്ങനെ ചാർജ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുക. ഇതൊരു റിയാലിറ്റി അല്ല. പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ മാത്രം നിരത്തി അടുക്കി വെച്ചൊരു പ്ലെയിൻ ഉണ്ടാക്കുക. അങ്ങനെയാണ് അതിൻ്റെ രണ്ട് സൈഡിലും നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോട്ടോണിനെ തന്നെയാണ് കാണുന്നത്. ആ ഷീറ്റിൻ്റെ രണ്ട് സൈഡിൽ നോക്കിയാൽ ഈ പ്രോട്ടോണിനെ മാത്രമേ നമ്മൾ കാണുക. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഡയമീറ്റർ തിക്നെസ് ആയിട്ട് വരുന്ന ഒരു ഷീറ്റ് ഇംപോസിബിൾ. പക്ഷേ തിയറിയിൽ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് വരും. പ്രാക്ടിക്കൽ കേസിൽ വളരെ എക്സ്ട്രീംലി തിൻ പ്ലേറ്റ് എടുക്കുകയും പോയിൻ്റ് വളരെ അടുത്തൊക്കെ എടുക്കുകയും ചെയ്താൽ തിയറിയും ഈ പ്രാക്ടിക്കൽ കേസുമായിട്ട് 0.00 സംതിങ്ങിൻ്റെ പെർസെൻറ്റേജ് ഡിഫറൻസേ വരുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ മനസ്സിൽ കാണേണ്ടത് പ്രോട്ടോൺ അല്ലെ ഇലക്ട്രോൺ ഒരു ഷീറ്റ് പോലും ഇങ്ങനെ അടുക്കടിക്ക് നിരത്തി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുക. ഒരു മെറ്റൽ പ്ലേറ്റ് ഷീറ്റ് ചാർജ് കൊടുത്തു എന്നുള്ള സെൻസ് അല്ല ശരിക്ക് തിയറിയിൽ വരുന്നത്. മെറ്റൽ ഷീറ്റിൽ കൊടുക്കുന്ന കേസ് നമ്മൾ ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പ്ലെയിൻ ഷീറ്റ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് അതിൻ്റെ ക്രോസ് സെക്ഷനാണ് വരയ്ക്കുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ട്. അതിൽ ചാർജ് സ്പ്രെഡ് ചെയ്തിരിക്കുക. ചാർജ് പെർ യൂണിറ്റ് ഏരിയ സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് സിഗ്മ എന്നിരിക്കട്ടെ. ഇവിടെ ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സിലിണ്ടറിക്കൽ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഒരു സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ ഒരു പകുതി ഈ ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒരു ഹാഫ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡിലുമാണ്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ ഈ ഷീറ്റിൻ്റെ എ എന്ന് പറയുന്ന ഭാഗം ഈ സിലിണ്ടറിനകത്ത് വരും. സാങ്കല്പികമായിട്ട് ഒരു
സിലിണ്ടറിക്കൽ സർഫസ് ഈ ഷീറ്റിനെ ഇങ്ങനെ തുളച്ച് കയറുന്നു എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ പിയേഴ്സ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഈ സിലിണ്ടറിൻ്റെ ഈ ക്രോസ് സെക്ഷൻ എത്രയാണോ അത്രയും ഭാഗം ഷീറ്റിൻ്റെ അത്രയും ഏരിയ ഈ സിലിണ്ടറിനകത്ത് വരുന്നു മനസ്സിലാവുമല്ലോ. ഇപ്പം ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ആണെങ്കിൽ ഷീറ്റിൻ്റെ എ എന്ന് പറയുന്ന ഏരിയ ഇതിന് തുളച്ച് കയറുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് ഒരു സൈഡിലും മറ്റേ ഹാഫും മറുവശത്താണ്. അപ്പം ഷീറ്റിൻ്റെ എ എന്ന് പറയുന്ന ഏരിയ ഈ സിലിണ്ടറിക്കൽ സർഫസിനകത്ത് ഉണ്ട് എങ്കിൽ സിലിണ്ടറിനകത്തുള്ള ചാർജിൻ്റെ അളവ് യൂണിറ്റ് ഏരിയയിലെ ചാർജ് സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ. സോ ക്യൂ ഈക്വൽസ് സിഗ്മ ഇൻറ്റു എ. അത്രയും ചാർജ് ഈ സിലിണ്ടറിനകത്ത് വരും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഫ്ലക്സ് ഓവർ ദി റൈറ്റ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സിലിണ്ടർ. ഇവിടെ ഈ ഇങ്ങോട്ട് ഇത് പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ നമുക്ക് സിമെട്രിക്കായിട്ട് ഈ ഇങ്ങോട്ട് ഈ ക്രോസ് സെക്ഷൻ്റെ ഔട്ട്വേർഡ് നോർമൽ വരച്ചാൽ അതും ഇങ്ങോട്ട്. അപ്പോൾ തീറ്റ ഇവിടെ 0 അപ്പോൾ ഇ എ കോസ് തീറ്റ അല്ലെ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് ഇ എ ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് 1. സോ ഫ്ലക്സ് ഓവർ ദി റൈറ്റ് ക്രോസ് സെക്ഷൻ ഈസ് ഇ ഇൻറ്റു എ. ഇതുപോലെ ഇവിടെ ഇങ്ങോട്ടും ഉണ്ടല്ലോ ഇവിടെ ഈ ഇങ്ങോട്ട് ഈ ക്രോസ് സെക്ഷൻ്റെ ഔട്ട്വേർഡ് നോർമലും അങ്ങോട്ട് തന്നെ ഇവിടെയും തീറ്റ 0. സോ ഫ്ലക്സ് ഓവർ ദിസ് right cross section is also E into A. So flux over left cross section equals flux over right cross section equals E into A. ഇനി കേർഡ് സർഫസ് എടുത്താൽ കേർഡ് സർഫസിൽ ഈ അല്ല ഇങ്ങോട്ടാണ്. കേർഡ് സർഫസിൻ്റെ നോർമൽ ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ തീറ്റ ഈസ് 90 ഡിഗ്രി. സോ ഫ്ലക്സ് ഈസ് കോസ് 90 എന്ന് വരും. ഫ്ലക്സിൻ്റെ ഫോർമുല കോസ് 90 ഈസ് 0. So flux over the curved surface of the cylinder is 0. Then total flux over the cylindrical surface equals രണ്ട് ക്രോസ് സെക്ഷനിലെ EA plus EA plus curved surfaceലെ 0. That is 2EA. Charge enclosed Q equals sigma into A. ഇനിയും ഗോസിലും അനുസരിച്ച് ടോട്ടൽ ഫ്ലക്സ് ഈക്വൽസ് 1/epsilon 0 into charge enclosed. That is 2EA equals 1/epsilon 0 into sigma A. A would go. Then intensity produced by the plane sheet of charge is E equals sigma by 2epsilon 0. ഇവിടെ ആ ഷീറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒന്നും വരുന്നില്ല ഈ ഫോർമുലയിൽ. അതിൻ്റെ അർത്ഥം ഷീറ്റിന് അടുത്തായാലും ദൂരെയായാലും എല്ലാം ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിമാണ്. അതിൻ്റെ ഡയറക്ഷനും ഒരേ രീതിയിലാണ്. അപ്പോൾ ഇവിടെ യൂണിഫോം ഫീൽഡാണ് ഇവിടെ കിട്ടുക. ഇപ്പോൾ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഫീൽഡ് യൂണിഫോമാണ്. അതിൻ്റെ സ്ട്രെങ്ത് സിഗ്മ ബൈ 2epsilon 0. ഇതിൽ റിയാലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഷീറ്റിനൊരു ഫൈനൈറ്റ് തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ആ ഷീറ്റിന് വളരെ അടുത്തുള്ള ഒരു പോയിൻ്റിലെ ഇൻറ്റൻസിറ്റി നമുക്ക് കാണണമെങ്കിൽ ഈ വരയ്ക്കുന്ന ഇമാജിൻ ചെയ്യുന്ന സിലിണ്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആ പോയിൻറ്റിൽ വരത്തക്കോണം വരയ്ക്കുക. അത്രയും അകലം ഉള്ളിലേക്ക് ഉള്ള ഭാഗവും വരയ്ക്കുക, ഹാഫ് അടുത്ത ഹാഫ്. അപ്പോൾ ഫൈനൈറ്റ് തിക്നെസ് ആകുമ്പോഴും ഇതിനടുത്തുള്ള പോയിൻ്റ് ആകുമ്പോൾ ഈ ലെഫ്റ്റ് ക്രോസ് സെക്ഷൻ ഈ മെറ്റലിനകത്ത് വരും. വളരെ ദൂരെയുള്ള പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉള്ള ഹാഫ് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഷീറ്റിന് വെളിയിലേ വരൂ. അപ്പോൾ വളരെ ക്ലോസ് പോയിൻ്റ് എടുത്താൽ ഈ സിലിണ്ടറിൻ്റെ ഒരു ഹാഫ് ഈ ഷീറ്റിന് ഉള്ളിൽ വരും. ഇവിടെ മെറ്റലിനുള്ളിൽ എപ്പോഴും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി 0. അപ്പോൾ ലെഫ്റ്റ് പാർട്ടിലെ ഫ്ലക്സ് അങ്ങ് 0. ഈ 0 അല്ലേ, ഈ ഇൻറ്റു എ ഏരിയ 0 ആകും. റൈറ്റ് ഹാഫിൽ ഈ കേർഡ് സർഫസിൻ്റെ പാർട്ട് എടുത്ത ഫ്ലക്സ് 0 തീറ്റ 90 ആയതുകൊണ്ട്. പിന്നെ പോയിട്ട് ഈ ഒരു ക്രോസ് സെക്ഷനേ ഉള്ളൂ. ഈ ഒരു ക്രോസ് സെക്ഷനെ കൊണ്ടുള്ള ഫ്ലക്സ് ഇവിടെ ഉള്ളൂ, അത് ഇ ഇൻറ്റു എ. ദറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഗോസിലോ അനുസരിച്ച് 1/epsilon 0 ഇൻറ്റു
charge inside the closed surface is sigma into A, from which E equals sigma by epsilon 0. അപ്പോൾ ഒരു ഐഡിയൽ പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ ഇൻറ്റൻസിറ്റി അടുത്തായാലും അകലെ ആയാലും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയി. റിയൽ മെറ്റൽ പ്ലേറ്റ് ആണെങ്കിൽ ദൂരെ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 വരും, പക്ഷേ വളരെ അടുത്ത സിഗ്മ ബൈ എപ്സിലോൺ 0 ആയ. ഫാർ റിമോട്ട് പോയിന്റിലെ ഫീൽഡിൻ്റെ ഡബിള് വരും വളരെ ക്ലോസ് പോയിന്റുകളിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്കി നമ്മൾ അടുത്ത പോസ്റ്റിൽ കാണാം. താങ്ക് യു.